ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ പിശുക്കനെ കുറിച്ചായിരുന്നു വിഷയം. പിശുക്കനെ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? കാരണം അയാളുടെ സ്വന്തം കാര്യങ്ങൾ ആവശ്യത്തിൽ കുറച്ചൊക്കെ കുറവേ ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ള കാരണങ്ങൾ കൊണ്ട് അയാളെ പിശുക്കൻ എന്ന് നമ്മൾ വിളിക്കണം. അയാൾ ഒരു ശല്യവും നമുക്ക് ഉണ്ടാക്കുന്നില്ല, സമൂഹത്തിന് ഉണ്ടാക്കുന്നില്ല. പക്ഷെ അയാളുടെ ആവശ്യം പോലും, അയാളുടെ അത്യാവശ്യങ്ങൾ പോലും അയാൾ ചെയ്തു കൊടുക്കാതിരിക്കുക, വീട്ടിലേക്കും വീട്ടുകാർക്കും ഒന്നും ചെയ്തു കൊടുക്കാതിരിക്കുക, എന്നിട്ട് സമ്പാദിക്കുകയാണെങ്കിൽ ശരിയാണ്, അയാളൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ അയാളെ കൊണ്ട് ഒരു ദ്രോഹം മറ്റുള്ളവർക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒരു നെഗറ്റീവായിട്ടൊന്നും കാണണ്ട എന്ന് നമ്മളന്ന് സംസാരിച്ചു. അപ്പം നമ്മൾ ഈ പിശുക്കിൻ്റെ വിപരീതം ധൂർത്തിനെ കുറിച്ചും സംസാരിക്കണ്ടേ? അപ്പോൾ ഇന്നത്തെ നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാം. ധൂർത്ത് കൊണ്ട് എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? ധൂർത്ത് എന്ന് പറഞ്ഞപ്പോൾ എന്താ? നമ്മുടെ ആവശ്യത്തിന് മീതെ നമ്മൾ ചിലവാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറയും? ധൂർത്ത് ചെയ്യാണ് എന്ന് പറയും, അല്ലേ? ഇത് മാത്രമല്ല, ഇതിന് വേറെ കുറച്ചും കൂടിയും ഒന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഇതും കൂടിയുണ്ട്. നമ്മൾ ആവശ്യത്തിൽ മീതെ ചിലവാക്കുന്നു, ഭാവിയെക്കുറിച്ച് ആലോചിക്കാതെ. ഇനി നമ്മളുടെ ഈ ചെലവ് കാരണം കൊണ്ട് നമുക്കും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും നല്ല കേടുപാടുകൾ ഉണ്ടാക്കുക, നല്ല ബുദ്ധിമുട്ടുണ്ടാക്കുക. ആ ധൂർത്ത് നമുക്ക് നിർത്തിയേ പറ്റൂ. കാരണം അത് നല്ല ദോഷം ചെയ്യുന്നു. പിശുക്കൻ സത്യത്തിൽ സമൂഹത്തിന് ദോഷം ചെയ്യുന്നുണ്ടോ? ഇല്ല എന്ന് തന്നെ പറയാം. ചിലപ്പോൾ അയാളുടെ സമ്പാദ്യം കാരണം കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഗുണവും ചിലപ്പോൾ ഉണ്ടാവുന്നുണ്ടോ എന്ന് പോലും നോക്കാം. പക്ഷെ ധൂർത്തൻ അങ്ങനെയല്ല. ധൂർത്തൻ വരവറിയാതെയാണ് ചെലവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവൻ നമുക്ക് വലിയൊരു അപകടകാരി തന്നെയാണ്. ഇപ്പോഴത്തെ കുറേ സംഭവങ്ങളൊക്കെ നമ്മളൊന്ന് എടുത്തു നോക്കി നോക്കൂ, നമ്മുടെ സ്ഥിരം വരുന്ന ചെലവുകളും കാര്യങ്ങളും. ഇനി നമ്മളുടെ ഇതിൽ ധൂർത്തുണ്ടോ എന്നറിയണമെങ്കിൽ നമ്മൾ നമ്മുടെ പേഴ്സണൽ ഫിനാൻസ് നമ്മൾ ഒരു മാസത്തെ വരവ് ചിലവൊന്ന് എഴുതി നോക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ തന്നെ മനസ്സിലാവും. ചിലവർക്കത് ഭയങ്കര മോശമായിട്ടൊക്കെ തോന്നും. ഒരു മോശവും നോക്കേണ്ട ആവശ്യമില്ല. കാരണം എഴുതി കഴിഞ്ഞാലാണ് അതിൻ്റെ ക്ലിയർ ഒരു ഐഡിയ കിട്ടുക. എന്ന് വെച്ചിട്ട് സ്ഥിരം എഴുതണമെന്നില്ല. 1-2 മാസം എഴുതിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും എത്ര ശതമാനമാണ് നമ്മൾ ആവശ്യത്തിന് പോകുന്നത്, എത്ര ശതമാനമാണ് നമ്മുടെ അനാവശ്യത്തിന് പോകുന്നതെന്ന് നമുക്കൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് ചുരുക്കും, പിന്നെയുള്ള മാസങ്ങളിലൊന്ന് ചുരുക്കും. കാരണം നമ്മുടെ ആവശ്യം എന്താ? അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നീങ്ങണം, ഫൈനാൻഷ്യൽ സ്ട്രെസ്സൊന്നും അധികം വരാതിരിക്കണം എന്നുള്ളത്. ഇനി ധൂർത്ത്. അപ്പോൾ നമ്മൾ ഈ ധൂർത്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് നമ്മുടെ വീട്ടിലെ ചിലവുകൾക്ക് വേണ്ടിയിട്ട് നമുക്കൊരു കടം മേടിക്കേണ്ട സിറ്റുവേഷൻ വരരുത്. കാരണം ഒരിക്കൽ നമ്മൾ കടം വാങ്ങിച്ചു തുടങ്ങിയാൽ പിന്നെ അത് നമ്മുടെ ശീലമായി മാറും. അപ്പോൾ നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കടം വാങ്ങിയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ധൂർത്ത് തന്നെയാണ്. അത് നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ ആ ശീലം നിർത്തണം. നമ്മൾ ചില ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആഘോഷങ്ങൾ തന്നെ എടുത്തു നോക്കിക്കോളൂ. കല്യാണം പോട്ടെ, ചോറൂണ്, 28, 60-ാം പിറന്നാൾ, വെഡ്ഡിങ് ആനിവേഴ്സറികൾ, ബർത്ത്ഡേയ്സ്, ഓരോ ബർത്ത്ഡേയും ഇതൊക്കെ നമ്മൾ പലപ്പോഴും പല പേരൻസും അവരുടെ വരവ് പോലും നോക്കാതെയാണ് എന്ത് ചെയ്യുന്നത്? ആഘോഷമാക്കി മാറ്റുന്നത്. എന്തിനാണത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കൊളീഗ്സ് ചെയ്യുന്നു, നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എടുത്തു നോക്കുമ്പോൾ അതിൽ കാണുന്നു കുറേ. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ഫോട്ടോസ് ഇടണം. നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ നമുക്ക് ഫോട്ടോസ് എടുക്കണം. അപ്പോൾ അവിടെ നിന്ന് ഭയങ്കര കമൻറ്റുകൾ, ഭയങ്കര നൈമിഷികമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളുടെ നല്ല എണ്ണം അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ നമ്മൾ ധൂർത്തടിക്കുന്നത് എന്ന് തന്നെയാണ് അവിടെ പറയാനുള്ളത്. അത് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഭാവിയിൽ ഇനിയും ഇതിൻ്റെ നമ്മുടെ ഉണ്ടാവും. ഇപ്പം നമ്മുടെ കുട്ടികൾ വാശി പിടിക്കുകയെന്ന് വിചാരിച്ചോളൂ, കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് വാശി പിടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വരവിനൊന്നും പറ്റുന്ന രീതിയിലുള്ള വാശികളല്ല എന്നുണ്ടെങ്കിൽ എന്നിട്ടും സാരമില്ല, നമ്മളതൊന്നും നോക്കാതെ നമ്മൾ അവരാവശ്യപ്പെട്ട രീതികൾ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നാളെ ആ കുട്ടിക്ക് ആ പണത്തിൻ്റെ മൂല്യം തന്നെ മനസ്സിലാവില്ല. അവനെയും കൂടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നശിപ്പിക്കും. പിന്നെ നമ്മൾ ഈ ഓഫീസിലും ഒക്കെ നമ്മൾ ഈ ധൂർത്തനെ കൊണ്ട് നമുക്ക് പലപ്പോഴും പല ബുദ്ധിമുട്ടും കാണും. അവർ എൻജോയ് ചെയ്യണം. ശമ്പളം കിട്ടുന്നു, ഒരു 5-ാം തീയതി ആകുമ്പോഴേക്ക് ശമ്പളം കിട്ടിയത് തൊട്ട് അടിച്ചു പൊളിച്ചു. ബ്രാൻഡഡ് ഷർട്ട്സ്, ഗാഡ്ജറ്റ്സ് സ്വന്തമായിട്ട് വാങ്ങിച്ചു, കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുത്തു, ഫാമിലിയൊക്കെ ഗംഭീരാക്കി, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പുറത്തുള്ളവരൊക്കെ നമ്മളെ നോക്കി 10-18-ാം തീയതി ആകുമ്പോഴേക്കും കയ്യിലുള്ളത് കഴിഞ്ഞു. ഇനി എന്തു ചെയ്യും?
ഇനി ബാക്കിയുള്ളതിന് കടം വാങ്ങിക്കായി. ഇനി കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചടയ്ക്കാൻ പറ്റുമോ? ഇല്ല. ഈ കടം കയറി കഴിഞ്ഞാൽ അത് നമ്മൾ ഈ നേരത്തെ കാണിച്ച ഈ ധൂർത്തിനൊക്കെ നമ്മൾ എന്ത് പറയേണ്ടി വരും? ഒരു ഉത്തരം പറയേണ്ടി വരും. നമ്മളപ്പോൾ വിചാരിക്കും നമ്മുടെ അത്യാവശ്യത്തിന് നമുക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, നമുക്ക് കുറേ ബന്ധുക്കളുണ്ട്, അവരുടെ നിന്നൊക്കെ കടം. ആ സമയത്ത് അവരൊക്കെ നമ്മളെ വെറുതെ വിചാരിക്കുക കേട്ടോ, ഒരാളും ഉണ്ടാവില്ല. നമുക്ക് വല്ല എമർജൻസിയും എക്സിജൻസിയൊക്കെ വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ അത്യാവശ്യം കയ്യിൽ നമ്മളെല്ലാം ഉണ്ടാവണം. അല്ലാണ്ട് അവരെ കാണും അവരെ സഹായിക്കുന്ന വിചാരിച്ച് നമ്മൾ ചോദിച്ചിട്ട് അവർ നോ പറഞ്ഞാൽ നമുക്ക് ആ ബന്ധം അവിടെ വെച്ച് അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നിങ്ങൾ എന്നെ കേട്ടിട്ടുണ്ടോ, ഈ ധൂർത്തന്മാരെ കൊണ്ട് ഞാൻ പറയും സമൂഹത്തിനും നമുക്ക് ദോഷമുണ്ട് എന്നുള്ളത്. നിങ്ങൾ വിജയ് മല്യയുടെ കഥ കേട്ടിട്ടുണ്ടോ? വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചൊരു മനുഷ്യനാണ്. അച്ഛൻ്റെ കയ്യിൽ കോടികളുടെ ആസ്തിയാണ്. അത് നശിപ്പിച്ചു. മാത്രമല്ല ഇയാളുടെ നല്ല എഫേർട്ട് ഉണ്ടായിരുന്നു. UB ഗ്രൂപ്പ് എന്ന് പറയുന്നത്, അതേപോലെ കിങ് ഫിഷർ ബ്രാൻഡ് എന്നൊക്കെ പറയുന്നത്, ഇയാളും ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ധൂർത്തിൻ്റെ പര്യായമായിരുന്നു വിജയ് മല്യ. ഇന്നത്തെ സ്ഥിതി എന്താണ്? ആ മനുഷ്യൻ്റെ സ്ഥിതി എന്താണ്? ഒന്ന്, അയാൾക്ക് തന്നെ ദോഷം, നാട് വിട്ടു പോകേണ്ടി വന്നു എന്നുള്ളതാണ്. അയാൾ തുടങ്ങി വെച്ച സംരംഭങ്ങളൊക്കെ പൊളിഞ്ഞു. അവിടെ ജോലി ചെയ്തിരുന്ന ആൾക്കാരൊക്കെ അവരുടെ പ്ലാനിങ്, അവരുടെ കാര്യങ്ങൾ, അവരെയൊക്കെ പാതി വഴിയിൽ ജോലി ഉപേക്ഷിച്ച് പോകുന്നു. ഇനി നാട്ടിലേക്കോ 6000 കോടിയോളാണ് ഇനിയും കടം കിടക്കുന്നത്. എല്ലാ ജപ്തികളും ഒക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. നാട് വിട്ടു പോകേണ്ടിയും വന്നു. അപ്പോൾ ഇത് നോക്കി നോക്കൂ, ഈ ഒരു സ്വഭാവം കാരണം കൊണ്ട് ഇനി ചിലർ ചിലവ് ചെയ്യും. അത് അവരുടെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ആവശ്യത്തിൽ മീതെ ചിലവഴിക്കുന്നതാണ് ധൂർത്ത്. പക്ഷെ ആ ധൂർത്ത് കൊണ്ട് നമുക്കൊരു ദോഷവും ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ചെയ്തോട്ടെ, അത് ചിലവഴിച്ചോട്ടെ. അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ കണ്ട മുകേഷ് അംബാനിയുടെ മകൻ്റെ ഒക്കെ കല്യാണം കണ്ടു. ഗംഭീരമായിട്ട് കുറേ പേര് അതിനെ എതിർത്തു, അവർ ചെയ്യുന്ന കാര്യം. പക്ഷെ ഞാൻ ആലോചിക്കുമ്പോൾ അങ്ങേരുടെ മൊത്തം ആസ്തിയിലെ ചിലപ്പോൾ ചെറിയൊരു ശതമാനം മാത്രമേ ആ കല്യാണത്തിന് ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ. മാത്രമല്ല അതുകൊണ്ട് ഒരുപാട് പേർക്ക് ഗുണവും കിട്ടിയിട്ടുണ്ട്. എത്ര പേരാണ് വിദേശത്തു നിന്നും ഇവിടെ നിന്നൊക്കെയൊക്കെ വന്നത്, എത്ര വിമാന കമ്പനികൾക്ക് എത്ര ലാഭം കിട്ടിയിട്ടുണ്ട്. ഗിഫ്റ്റുകൾ ഇവിടെ കൊടുക്കുന്ന സമയത്ത് ഗിഫ്റ്റ് ടാക്സുകൾ ഇവിടെ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ കുറേ ഈവൻറ്റ് മാനേജ്മെൻറ്റ് ടീം നല്ലോണം ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കണ്ടിട്ട് അതേപോലെ മറ്റുള്ള ബിസിനസ്സുകാർ ചെയ്യണ കണ്ടിട്ട് നമ്മളുടെ വരവറിയാതെ നമ്മൾ ചിലവഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അത് നോക്കിയിട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ, ഒരു കല്യാണത്തിനൊക്കെ വേണ്ടി നമ്മൾ കടമെടുക്കുക, ഒന്നുമില്ലല്ലോ, അതിൽ നിന്ന് എന്താണ് കിട്ടാനുള്ളത്? ഒന്നും കിട്ടാനില്ല. അപ്പോൾ പണമുള്ളവൻ ചെയ്യട്ടെ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാം, അത് കണ്ട് രസിക്കാം. പക്ഷേ ഉള്ളതുപോലെ നമ്മളുടെ രീതികളിലേക്ക് അതിനെ ഒതുക്കി തീർത്തിയിരിക്കുന്ന സ്വഭാവം നമുക്കില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇനി നമുക്ക് ധൂർത്തുണ്ടോ എന്നറിയണമെങ്കിൽ നമ്മുടെ അലമാര ഒന്ന് തുറന്നു നോക്കിയാൽ മതി, നമ്മുടെ കോസ്മെറ്റിക് ബോക്സ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. നമ്മളുടെ ഭക്ഷണം കഴിക്കുന്ന വേറെ ഒരാൾക്കാർ ഡെയിലി ബ്രാൻഡഡ് ഫുഡ്സ് വാങ്ങിക്കുന്നു, ബ്രാൻഡഡ് അവർ എന്നും ഇതിൽ നോക്കി വാങ്ങിക്കുന്നു, സൊമാറ്റോന്നും ഇതിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നു. അത് കണ്ടിട്ട് നമുക്കും ചെയ്യാൻ, ശരി വല്ലപ്പോഴൊക്കെ ഒരിക്കൽ ചെയ്യുന്നത് ശരി. പക്ഷെ അത് കണ്ട് അവർ ചെയ്യുന്ന അതേ ട്രെൻഡിൽ അവർ മാസത്തിൽ 3 തവണ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ 4 തവണ ചെയ്യും. കാരണം അത് നമ്മുടെ അങ്ങനെയൊക്കെ ചെയ്യുന്ന സ്വഭാവം നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ സ്വഭാവത്തിൽ ഒരു വൃത്തികെട്ട ശീലം കയറി കൂടിയിട്ടുണ്ടെന്നുള്ളതാണ്. അത് നമ്മുടെ പേഴ്സണൽ ഫിനാൻസിൽ മൊത്തം തകരാറാക്കും. അപ്പം നമ്മളൊന്ന് നോക്കുക, നമ്മൾ അനാവശ്യമായിട്ട് നമ്മുടെ വരവിനനുസരിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യും, നല്ല ഭാവിയും കൂടി നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. അതും കൂടി നോക്കി നമ്മൾ ചിലവഴിക്കുക. അതല്ലാതെ അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കി ആരാൻ്റെ ജീവിതം നോക്കിയിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങി അതിനനുസരിച്ച് ചിലവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളെ നാളെ വിളിക്കും, അവനൊരു ധൂർത്തനായിരുന്നു, അവനത് അനുഭവിച്ചിരിക്കും എന്ന് നമ്മളെ പറയും. അപ്പം അതുകൊണ്ട് നമ്മളൊന്ന് നോക്കുന്ന നല്ലതാണ്. നമ്മുടെ ചിലവുകളും കാര്യങ്ങളൊക്കെ നമുക്ക് സന്തോഷമായിട്ട് ഒറ്റ ജീവിതമേ ഉള്ളൂ, അത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. മറക്കല്ലേ, ചാനലിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ കമൻറ്റുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അത് ഇടണം. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം, എന്നാലാണ് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. താങ്ക് യു.